പരീക്ഷയിലും കരിയറിലും വിജയിക്കാൻ ഈ രഹസ്യം അറിയുക. വിദ്യാർത്ഥികൾക്കായുള്ള ആത്മീയവും ശാസ്ത്രീയവുമായ വഴികൾ. നമസ്കാരം. പോസിറ്റീവ് വിങ്സ് ടു സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷാകാലം അടുക്കുമ്പോൾ പല വിദ്യാർത്ഥികളെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ഭയവും മറവിയും. എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കുന്നില്ല എന്ന പരാതി പലർക്കുമുണ്ട്. എന്നാൽ ഭയത്തെ വിശ്വാസം കൊണ്ട് എങ്ങനെ കീഴടക്കാം എന്നും പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ബൈബിളിലും ശാസ്ത്രവും നൽകുന്ന വഴികൾ എന്താണെന്നും ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കരിയറിലും പഠനത്തിലും ഉന്നത വിജയം ആഗ്രഹിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഈ വീഡിയോ മുഴുവനായി കാണുക. പരീക്ഷാ ഹാളിൽ നമ്മൾ തോറ്റുപോകുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണ്. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. ഉറപ്പും ധൈര്യവും ഉള്ളവർ ആയിരിക്കുക. ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദൈവം നമ്മോട് പറയുന്നത് ഭയപ്പെടരുത് എന്നാണ്. പഠിക്കുന്നതിന് മുൻപും പരീക്ഷാ ഹാളിലും കയറുന്നതിന് മുൻപും യേശുവേ, എന്റെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ എന്ന ഒരു കൊച്ചു പ്രാർത്ഥന നടത്തുന്നത് നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കാനും ശാന്തമായ മനസ്സിൽ മാത്രമേ അറിവ് ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ. പഠിക്കാനും മറക്കാതിരിക്കാനുമുള്ള 5 ശാസ്ത്രീയ വഴികൾ. പഠനത്തിൽ വിജയിക്കാൻ ഈ പറയുന്ന ടിപ്സ് പരീക്ഷിച്ചു നോക്കാം. സജീവമായ പുനരാവർത്തനം. ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഉടൻ പുസ്തകം അടിച്ചു വെച്ച് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്ന് സ്വന്തമായി പറഞ്ഞു നോക്കുക. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്. തുടർച്ചയായി മണിക്കൂറുകളോളം പഠിക്കുന്നതിനേക്കാൾ നല്ലത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിൽ ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്, അതല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ണടച്ച് ഒന്ന് ശ്വാസം വലിച്ചെടുക്കാവുന്നതാണ്. മെഡിറ്റേഷൻ പോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ ടെക്നിക് മറ്റുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾ പഠിച്ച ഒരു കാര്യം നിങ്ങളുടെ സൗഹൃദത്തിനോ അല്ലെങ്കിൽ സങ്കല്പത്തിലുള്ള ഒരാൾക്കോ ലളിതമായി വിവരിച്ചു കൊടുക്കുക. അപ്പോൾ ആ വിഷയം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. നാലാമത്തെ ടെക്നിക് ഉറങ്ങുന്നതിന് മുൻപുള്ള പഠനം. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കൂടുതൽ കാലം നിൽക്കും. അഞ്ചാമത്തെ കാര്യമാണ് വിഷ്വലൈസേഷൻ. പരീക്ഷാഫലം വരുമ്പോൾ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നതായും ദൈവത്തിന് നന്ദി പറയുന്നതായും മനസ്സിൽ കാണുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ഇനി നമ്മൾ നോക്കാം വചനത്തിലൂടെ എങ്ങനെ നമുക്ക് വിജയം കണ്ടെത്താമെന്ന്. വിശുദ്ധ ബൈബിളിൽ ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ബാബിലോണിലെ എല്ലാ വിദ്വാൻമാരെക്കാളും 10 ഇരട്ടി ജ്ഞാനം ദാനിയേലിന് ലഭിച്ചു. ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം. നിങ്ങളുടെ പഠനത്തെ ഒരു ആരാധനയായി കാണുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഭാരമായി തോന്നില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമായി മാറും. വിദ്യാർത്ഥികളെ, പരീക്ഷ എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് ഒരു പടി മാത്രമാണ്. കഠിനാധ്വാനം ചെയ്യുക, ബാക്കി ദൈവത്തിൽ അർപ്പിക്കുക. നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്താൻ കർത്താവിന് സാധിക്കും. ഇന്നത്തെ ടാസ്ക്: നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ യേശുവേ, എനിക്ക് ജ്ഞാനം നൽകണമേ എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്യുക. പോസിറ്റീവ് വിങ്സ് ടു സക്സസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഉന്നത വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.